ഹലോ ഗായ്സ്, നോട്ടസിന്റെ മറ്റൊരു കിടക്കാച്ച വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ അങ്ങനെ വീണ്ടും നമ്മൾ വന്നിരിക്കുകയാണ് നമ്മുടെ മൈൻക്രാഫ്റ്റ് സീരീസിന്റെ എപ്പിസോഡ് 1 ഗൈസ്. നമ്മൾ തെറ്റി പറയുക, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എപ്പിസോഡ് 4 ആണെന്ന് തോന്നുന്നു. എനിക്ക് ഓർമ്മയില്ല എപ്പിസോഡ് 4 അതെ. കാരണം ആദ്യത്തെ എപ്പിസോഡ് ട്രീ ഹൗസ് ഉണ്ടാക്കുന്നത്, രണ്ടാമത്തെ മൈനിങ് പോകുന്നത്, മൂന്നാമത്തെ 4ാമത്തെ എപ്പിസോഡ് തന്നെ. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മൾ അങ്ങനെ വന്നിരിക്കുന്നത് നമ്മുടെ വില്ലേജ് കുറവ് 3ാമത്തെ എപ്പിസോഡിൽ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ കുറച്ച് ഇവിടുന്ന് ലൂട്ടടിച്ചു കണ്ട, കുറച്ച് ക്യാരറ്റ് കുറെ കിട്ടിയിട്ടുണ്ട്. അത്രയുള്ളൂ ഗൈസ്, അത്രയുള്ളൂ. അപ്പോൾ നമുക്ക് വേറെ ചെസ്റ്റ് കുറെ ഉണ്ട് ഗൈസ്. ചെസ്റ്റ് ഇവിടെ വിൽക്കാം. നമ്മളിവിടെ ചെസ്റ്റ് വെച്ചിട്ടുണ്ട്. നമുക്ക് കുറെ സാധനങ്ങൾ നമുക്ക് ഇനി ആവശ്യമുണ്ട്. നമ്മൾ ഫുൾ അയൺ സൂട്ട് കുറെ ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ അയൺ ആർമർ ഫുള്ളും സെറ്റാണ് ഗൈസ്. ഇനി നമുക്കറിയില്ല നമ്മുടെ ഇനി ഗോസ്റ്റ് കുറെ എവിടെയാവുമെന്ന്. അതാണ് കുറച്ച് സീനായ കാര്യം. അതുപോലെ നിങ്ങൾ പേടിക്കണ്ട. അപ്പം നിങ്ങൾ ഇതുവരെ ലൈക്ക് അടിച്ചിട്ടില്ലെങ്കിൽ ലൈക്ക് അടിക്കാത്തുള്ളൂ. ലൈക്ക് പ്ലീസ്, എല്ലാവരും ലൈക്ക് അടിക്കുക ഇപ്പം തന്നെ. ഞാൻ പറയാൻ പോണ 1 2 3 എല്ലാവരും ലൈക്ക് അടിക്കുക ഇപ്പം തന്നെ. അതുപോലെ സബ്സ്ക്രൈബ് അടിക്കത്തുള്ളൂ. അപ്പം നമുക്ക് നേരെ നമ്മുടെ കളിക്ക് പോവാം. ഇത്രയോ. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മൾ കുറച്ച് സാധനങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഇവിടെ എടുത്ത് വയ്ക്കാം. നമുക്ക് നല്ല ആവശ്യമുള്ള സാധനങ്ങൾ കുറേ ഇവിടെ എടുത്ത് വയ്ക്കാം ഗൈസിന്. എപ്പോഴെങ്കിലും നമ്മൾ ചത്ത് കഴിഞ്ഞാൽ നമ്മൾ മൂഞ്ചും ഗൈസ്. അതാണ് നമ്മൾ പറയുന്നത് ഗൈസ്. അതായത് നമുക്ക് അത്യാവശ്യമുള്ള സാധനങ്ങൾ ധാരാളം, ഫുഡ് കുറച്ച് നമുക്ക് എടുത്താൽ മതി ഗൈസ്. നമുക്ക് ഇവിടെ ഒരു പ്രഷർ പ്ലേറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ എപ്പിസോഡാന്ന് തോന്നുന്നു. നമുക്ക് പ്രഷർ പ്ലേറ്റ് ഗൈസ്. അപ്പോൾ നമുക്ക് ഐസ് ബൂതുണ്ട്, പുറത്തുണ്ട്. നമുക്ക് ഏറ്റവും മുകളിൽ നമ്മുടെ ഈ വീടാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങൾ കഴിഞ്ഞ വീഡിയോ ഇത് കാണാത്തവരാണെങ്കിൽ എല്ലാ എപ്പിസോഡ് പോയി കാണണം, നമ്മുടെ എല്ലാ മൈൻക്രാഫ്റ്റ് സീരീസിൻ്റെ. അപ്പോൾ അതായത് നമ്മുടെ വില്ലേജിൽ നമ്മുടെ ക്രീപ്പർ ഉണ്ട് കേട്ടോ. ഗോളിയും 3-6 ഗോളിയും. ഫുള്ള് യുദ്ധമാണ് ഇവിടെ. നമ്മളവിടെ കുറച്ച് സെറ്റപ്പ് കുറച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. കാര്യം നമ്മൾ മറന്നു പറയാൻ. അപ്പം നമ്മൾ CD നമുക്ക് കഴിഞ്ഞ എപ്പിസോഡിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് നമ്മളവിടെ വെച്ചിട്ടുണ്ട്. 5 കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് നമ്മളവിടെ വെച്ചിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി കിട്ടിയാൽ മതി ഗൈസ്. അപ്പം അതിനുള്ള നമുക്ക് പുറപ്പാടാണ്. അപ്പം അതിനായിട്ട് നല്ലൊരു മൈനിങ് സ്ഥലം കണ്ടുപിടിച്ചിട്ട് അവിടെ എത്തണം ഗൈസ്. അതാണ് നമ്മുടെ പ്ലാന്. അപ്പൊ ഗൈസ്, അവിടെ ഡയമണ്ട് വരെ കിട്ടിയാലും നമ്മുടെ കാര്യങ്ങള് റെഡി ആവുള്ളൂ കേട്ടോ. നമ്മളിപ്പോഴും പറയാം. അപ്പൊ ഗൈസ്, ഇനി ഇവിടെ നിന്ന് വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല. നമുക്ക് നേരെ തന്നെ നമുക്ക് മൈനിങ് ചെയ്യാനുള്ള പ്ലാൻ എടുക്കാം. അപ്പൊ അതിന് നമുക്ക് രാവിലെ ആവട്ടെ ഗൈസ്. രാവിലെ ആയാലല്ലേ. നമ്മളിവിടെ ബെഡ് വരെ വെച്ചിട്ടുണ്ട്, ഫുള്ള് സെറ്റാണ് ഗൈസ്. ഇപ്പൊ എല്ലാരും ചാവുണ്ടാവുന്നാണ് നമ്മുടെ വിശ്വാസം. ഇനി ക്രീപ്പർ കുറെ ഇവിടെ ഉണ്ടാവോ? ഓടിക്കോ ഒട്ടുകാലി കുറേ ക്രീപ്പർ. ദൈവമേ. ഓ ക്രീപ്പറുണ്ട് സൂക്ഷിച്ചു പോ, അല്ലേ അപ്പഴേ നമ്മൾ മുഞ്ചും. പോയി ക്രീപ്പർ പോയി. ഇതവിടെ അതെന്ത് എല്ലാരും സോംബിയായി. ദൈവമേ. വില്ലേജ് വന്നോ എല്ലാരും സോംബിയായി. ദൈവമേ, ക്രീപ്പറിനെ കണ്ടില്ല. വില്ലേജ് ഫുള്ള് മൂഞ്ചും തോന്നുന്നു. ഇങ്ങനെയാണെങ്കിൽ നമ്മൾ മാത്രം ഉണ്ടാവുള്ളൂ. എല്ലാരും സോംബിയായി. ഗോളിന് ശത്രു തോന്നുക. ഗോളിമുണ്ടല്ലോ ഇവിടെ. ചില വില്ലേജ് കുറെ ഉണ്ട്. ഒരു ഉണ്ണി ഗോളിയും എന്ത് കാര്യമില്ല. അത് എല്ലാം തീർക്കണത്. ഉണ്ണി വരുന്നുണ്ട്. കുറെ ഇല്ലുവരെ കിട്ടിയിട്ടുണ്ട്. ഗോളിയും അടിച്ചിട്ടതാണ് നമുക്കാണ് അതിന്റെ ലാഭം. ആരാ കുഞ്ഞുകുട്ടി ഗോളിയമ്മിന്റെ പേരൊക്കെ പോവാ. പാവം ഗോളിയം. അയ്യോ പാവം കുഞ്ഞു ഉണ്ണി. അവന്റെ അച്ഛനും അമ്മയും കുറെ മരിച്ചു പോയി ഗൈസ്.
അപ്പം അതിൻ്റെ ഒരു സങ്കടമായിട്ട് ഗോളത്തോട് പറഞ്ഞതാണ് ഗൈസ്. അതാണ് ഓടി വരുന്നുണ്ട്. ഇനി ഓടി കാണാനാന്ന് തോന്നുന്നത്. എന്താ പറയുക അവനെ? എന്താ പറയുക, പേടിക്കല്ലേ? ഞാൻ നിന്റെ എന്താ ചാവള പ്ലാനാണോ? ആ അല്ലേ, ഞാൻ ചാവള പ്ലാനാന്നാ. അപ്പൊ ഗൈസ് നമ്മുടെ അടുത്ത സ്പൈഡർ വരുന്ന എന്താ മോനെ? സോറി. ആ ഗൈസ് നമ്മളിപ്പോ ചത്തുന്നു. അപ്പൊ നമുക്ക് നല്ലൊരു മൈനിങ് സ്ഥലം കണ്ടുപിടിക്കണം. അപ്പൊ അതിനുള്ള പുറപ്പാട് നമ്മുടെ ഇവിടെ ഫുള്ളും റേസ് പൈൻ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഒരു മൈനിങ് സ്ഥലം കണ്ടുപിടിച്ചാൽ മതി. അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം എന്നാണ് നമ്മൾ പറയുന്നത് ഗൈസ്. നമ്മൾ കുറച്ച് കുഴിച്ചിട്ടുണ്ട്. നമുക്ക് ഇവിടെ കുറച്ച് അയ്യം കിട്ടിയിട്ടുണ്ട്. നമുക്ക് അയ്യം കുറച്ചും കൂടി പറക്കാം ഗൈസ്. വെറുതെ നമ്മൾ അയ്യം ഇങ്ങനെ വേസ്റ്റ് ചെയ്യണ്ട ഗൈസ്. നമുക്ക് വെറുതെ എന്തിട്ടില്ല, അയ്യം കുറച്ച് ആവശ്യം കുറയുണ്ട്. നമുക്ക് ഇനി ഗൈസ് അവനെ നമ്മൾ ഇനി കൂടി കുഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ ഗൈസ് നമുക്ക് മൈനിങ് സാഫ്റ്റ് ഗൈസ്. ഇവിടെ എന്തോ പോലെ നടക്കുന്നുണ്ട് ഗൈസ്. നമ്മളിവിടെ എത്തിയപ്പോൾ എന്തൊരു സൗണ്ട് നമ്മൾ ലാസ്റ്റ് നമ്മൾ കുഴിച്ചെടുക്കുന്ന സമയത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പൊ അങ്ങനത്തെ ഒരു ഇടിവിട്ട് പറ ഗൈസ്. അതെന്ന് മഴ പെയ്യുന്നത് അങ്ങനെയൊന്നല്ലേ? മഴ പെയ്യൊന്നല്ല, ഇത് ഡ്യൂട്ടി മാത്രം. യൂറോപ്യൻ കൂടെ വന്നാ വിശ്വസിക്കാൻ പറ്റില്ല. പോടാ പ്ലീസ്. നമുക്കിനി പറ്റേ കുറച്ചുകൂടെ സ്ഥലത്ത് നമുക്ക് പോകേണ്ടി വരും. വയസ്സ് നമുക്ക് ഇവിടെ കുറെ അയം കിട്ടിയിട്ടുണ്ട്. എന്നാലും എനിക്കൊരു സംശയം ഉണ്ട്. പിന്നെ കുറച്ച് ഭയം വന്നിട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് കുറെ സാധനങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇവിടെ കുറച്ച് ചെസ്റ്റ് ഉണ്ടായിരുന്നു ട്രെയിൻ പാലത്തിന്റെ അവിടെ ആയിട്ട്. അത് നമ്മൾ വെറുതെ തൊട്ടതാ, നല്ലോണം തുറക്കാൻ പറ്റിണ്ടായിരുന്നില്ല. നമ്മൾ തൊട്ടപ്പോൾ തന്നെ അത് ഫുള്ളും പോയി. അത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് നേരെ പോയാൽ കുറെ ടോർച്ചും കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന്. നല്ല ലാഭമായിട്ടുണ്ട് ഗൈസ്. കുറെ അയൻസും കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് തന്നെ പോവാം ഗൈസ്. നമ്മൾ കേസ് സ്പൈഡറിന്റെ സ്ഥലം കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇവിടെ കുറച്ച് ഗോൾഡ് വരെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് അതെടുത്ത് നമ്മാം. നമുക്ക് ആദ്യമായിട്ടാണ് ഗോൾഡ് കിട്ടുന്നത്. കാരണം നമുക്ക് അയൺ പിക്കാസ് ഇല്ലാണ്ട് നമുക്ക് ഡയമണ്ട് ഗോൾഡും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ അങ്ങനെ ആദ്യമായിട്ട് കിട്ടി ഗൈസ്. ഇവിടെ നമുക്ക് കുറച്ച് ഇവിടെ ഇത് കുറവ് കിട്ടിയിരുന്നു. നമ്മൾ അതിനെ കൊന്നു. ഇത് നമുക്കറിയാം കുറച്ച് ഡേഞ്ചറാണ് ഗൈസ്. ഇത് കേവ് സ്പൈഡറാണ് ഗൈസ്. അതിൻ്റെ ഉള്ളിലേക്ക് കുറെ പോകാൻ പറ്റും. എന്നാലും നമ്മൾ റിസ്ക് എടുക്കണമെന്നില്ല. അവിടെ ഇനിയുമുണ്ട് ഗോൾഡ്. കുറെ നമുക്ക് ആരെങ്കിലും കൊടുക്കാം. നമുക്കത് അതറിഞ്ഞ പോകുമ്പോൾ ആവശ്യമുണ്ട് ഗോൾഡ് കുറെ. അതുകൊണ്ട് നമ്മൾ ഗോൾഡ് എടുക്കുന്നത്. കാരണം നമ്മുടെ മെയിൻ ഐറ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയുന്നതല്ലേ ഗൈസ്. നമ്മളെ അതറിയിക്കാണ് പോകുന്നത്. അതായത് നമുക്ക് ഉറപ്പിട്ട് ഇപ്പം ഇടിവിട്ടൊന്നുമില്ല കേട്ടോ. ഇടിവിട്ട് കഴിഞ്ഞു. നേരത്തെ ഇടിവിട്ടുണ്ടായിരുന്നു. എന്നാലും അത് ഇപ്പോഴും മനസ്സിലാവില്ല. അത് ഇടിവിട്ട് എന്തൊട്ടിൻ്റെ ഇടിവിട്ടാണ്. എന്നാലും ഗൈസ് ഇങ്ങനത്തെ ഇടിവിട്ട് കുറെ മൈനിങ് ചെയ്യുന്ന സമയത്ത് വരാണെങ്കിൽ നിങ്ങൾ അങ്ങനത്തെ വന്നിട്ടുണ്ടെങ്കിൽ കമൻറ്റിൽ പറഞ്ഞാലോ ഗൈസ്. ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര വലിയ സൗണ്ടുള്ള കേൾക്കുന്നത്. ഓ ഇവിടെ വേറെ എന്തൊക്കെ ബോധാവുണ്ടാവും. എന്താ കുറച്ച് സൗണ്ട് കേൾക്കണ്ടിട്ട്. പെട്ടെന്ന് ഡയമണ്ട് കിട്ടിയാൽ മതി ഗൈസ്. അതാണ് പ്രാർത്ഥിക്കുന്നത്. എന്നാലും ഡയമണ്ട് ഒന്നും കിട്ടണില്ല. ഗോൾഡ് വരെ എത്തിയിട്ടുണ്ടോ? അപ്പൊ ഡയമണ്ട് കിട്ടാണ്ടിരിക്കില്ലല്ലോ. കുറച്ചും കൂടി പോയി നോക്കാം നമുക്ക്. പറയുന്നുണ്ട് അങ്ങനെ സൗണ്ട് കുറെ പോയിട്ടുണ്ട്. എന്നാലും ഇപ്പൊ നമ്മള് മൈനിങ് ഷാഫ്റ്റിൽ നിന്ന് പോയിട്ടുണ്ട്. ഓ ഡയമണ്ട് ഗോൾഡ്. ഇനിയും നമുക്ക് ഗോൾഡ് ആവശ്യമുണ്ട്. ഗോൾഡ് എനിക്കറിയാം നമ്മൾക്ക് ഗോൾഡ് ഉണ്ടെന്ന്. നമ്മുടെ ടോർച്ച് കയറായിട്ടുണ്ട്. സോംബി അവരെ ഗൈസ് അതെന്തിട്ടായിരുന്നു? മറ്റേതാണ് ലൂപ്പിൽ കല്ലാണ് ഡയമണ്ട് ആണോ പറ്റ ഗൈസ്?
നമുക്കത് നോക്കണം ഗൈസ്. ഒരു ബ്ലൂ കളർ സാധനം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഡയമണ്ട് ആയാൽ മതി, നമ്മളതാണ് തപ്പുന്നത്. ഓടെ ഡയമണ്ട് സത്യമായിട്ടും ഡയമണ്ട് തന്നെ. അങ്ങനെ നമുക്ക് ഡയമണ്ട് കിട്ടിയോ, നമ്മുടെ ഭാഗ്യം തന്നെ. പിന്നെ നമുക്ക് മൈനിങ് ഷാഫ്റ്റ് പിന്നെ എവിടെയാന്ന് കണ്ടുപിടിക്കണ്ടേ ഗൈസ്. ആദ്യം നമുക്ക് എടുക്കാം. വെടിവിട്ട് കുറെ പോയിട്ടുണ്ട്, അതിനിപ്പോൾ സീനില്ല. അപ്പോൾ നമുക്ക് ഡയമണ്ട് കിട്ടി. ഓ ഡയമണ്ട് ഫുള്ളും വെള്ളമാണല്ലോ. ഇതേതാ ലോകം. അന്ന് എനിക്ക് ഡയമണ്ട് പൊട്ടിക്കാൻ സമ്മതിക്കുമോ? ഓതേടാ, എനിക്ക് താങ്ക്സ്. ഡയമണ്ട് ഡയമണ്ട് അന്ന് ഡയമണ്ട് സമ്മതിക്കുമില്ല പൊട്ടിക്കാൻ. ഞങ്ങളൊരു ടീമാണ് കേട്ടോ. അതൊന്നും കിട്ടോ പോകുന്നത്. ഡയമണ്ട് കിട്ടിയാ വയസ്സ് നമുക്ക് 3 കിട്ടിയിട്ടുണ്ട്. വയസ്സ് 3 കിട്ടിയിട്ടുള്ളൂ. ഞാൻ 1 കൂടി ഉണ്ട്, അതും ഇങ്ങോട്ട് പോയി. ആ ഡയമണ്ട് 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 ഇനി ഏതെങ്കിലും ഡയമണ്ട് പോയിട്ടുണ്ടാവും ഇങ്ങോട്ട്. ഉണ്ടാവില്ല അല്ലേ. പക്ഷെ വെള്ളം വരണ്ടായിരുന്നു ഇവിടെ. ഇനി ഇങ്ങനെ സുനാമിയാന്ന് തോന്നിട്ടോ ഇവിടെ. പൈസ എനിക്ക് തോന്നുന്നത് അങ്ങനെയാന്നാ. ഇതേ അടുത്ത സുനാമി. പൈസ നമുക്ക് എല്ലാ ഡയമണ്ടും കിട്ടിയെന്ന് തോന്നിട്ട്. അപ്പം നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് നേരെ പോവാം. അതാണല്ലോ ഇനി പരിപാടിയിട്ട്. ഓടാ ഇവിടെ ഫുള്ളും വെള്ളാണല്ലോ. ഏത് സ്ഥലം സുനാമിയാണോ? വീട്ടിലെത്തി നമുക്ക് ഡയമണ്ട് വർക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇനി അടുത്ത വീഡിയോയിലാണ് നമ്മുടെ 4ാമത്തെ എപ്പിസോഡാന്ന് തോന്നുന്നല്ലേ. ഇനി 2 എപ്പിസോഡ് കൂടെ ഉള്ളൂ. അടുത്ത എപ്പിസോഡിൽ നമുക്ക് കുറച്ചും കൂടി മൈനിങ് കുറച്ച് ചെയ്യാൻ. നമുക്ക് ഡയമണ്ട് പിക്കാസ് റെഡിയാക്കി ഒബ്സൈഡ് കണ്ടുപിടിക്കാൻ പോകണം, മറ്റേ ലാവ കണ്ടുപിടിക്കാൻ പോകണം. അപ്പോൾ അത് കുറയ്ക്ക് എൻ്റെ ലാസ്റ്റത്തെ പാർട്ട് 5. ഇനി പാർട്ട് 6 നമുക്ക് ഒബ്സൈഡിൽ പെട്ട് ഗോൾഡ് എല്ലാ ക്ലീൻ കൊടുത്തിട്ട് ഫുള്ളും കാര്യങ്ങളൊക്കെയും. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഇനി നമുക്കറിയില്ല, ചിലപ്പോൾ നമുക്കിനി പാർട്ട് 4 പാർട്ട് 5 ചിലപ്പോൾ ഇനി നമുക്ക് നാളെ ഇടാൻ പറ്റുണ്ടോ എന്ന് നോക്കാം നമുക്ക് ഗൈസ്. അപ്പോൾ നമുക്കറിയില്ല. നമുക്ക് ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ഡയമണ്ട് എടുത്ത് പിക്കാസ് ആക്കാം ഗൈസ്. ഈ ക്രാഫ്റ്റിൻ്റെ ഇവിടെ അല്ലേ, കാര്യം മറന്നുപോയി ഗൈസ്. നമുക്ക് ആക്കാൻ പോവാം.